വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ പ്രതിയായ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. സുൽത്താൻ ബത്തേരി DYSPക്ക് മുന്നിലാണ് ഹാജരാവുക. ബത്തേരി MLA IC ബാലകൃഷ്ണനോട് അദ്ദേഹത്തിന് സൗകര്യപ്രദമായ സമയം അറിയിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് കോടതി നിർദ്ദേശം. വയനാട്ടിൽ നിന്ന് ടി അനീസ് വിവരങ്ങൾ നൽകും. അനീസ, നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് IC ബാലകൃഷ്ണൻ എത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. മറ്റ് രണ്ടുപേരും ഇന്ന് തന്നെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകുമെന്നാണോ അറിയുന്നത്? തീർച്ചയായും ഇന്നിപ്പോൾ 10 മണിയോടുകൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവാനാണ് ഇവരോട് രണ്ടുപേരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. DCC പ്രസിഡന്റ് ND അപ്പച്ചനും KK ഗോപിനാഥൻ എന്ന മുൻ കോൺഗ്രസ് നേതാവുമാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവുക. IC ബാലകൃഷ്ണൻ, സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ അടക്കം 3 പേരായിരുന്നു ഈ NM വിജയന്റെ ആത്മഹത്യാ കുറ്റത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട പ്രതികൾ. PV ബാലേന്ദ്രൻ എന്നൊരാൾ കൂടി ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം നേരത്തെ മരിച്ചുപോയ ആളായതുകൊണ്ടാണ് അദ്ദേഹം ഹാജരാവാത്തത്. ഏതായാലും IC ബാലകൃഷ്ണൻ MLA ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സൗകര്യം കൂടി പരിഗണിച്ച ഒരു സമയത്തായിരിക്കണം അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാവേണ്ടത് എന്നാണ് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സന്ദർഭത്തിൽ കോടതി അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നത്. കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവണം എന്നാണ് പ്രതികൾക്ക് പൊതുവെ നൽകിയിട്ടുള്ള കോടതിയുടെ നിർദ്ദേശം. അതിനോടൊപ്പമാണ് IC ബാലകൃഷ്ണൻ MLA ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സൗകര്യം കൂടി പരിഗണിച്ചുകൊണ്ട് MLA ഇപ്പം നിയമസഭാ സമ്മേളനമൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാവണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഇന്നിപ്പോൾ IC ബാലകൃഷ്ണനെ ഒഴിച്ചുള്ള രണ്ടുപേരും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവും. NM വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന കത്തിൽ ഈ 3 പേരുടെയും മരിച്ചുപോയ PV ബാലേന്ദ്രന്റെയും പേരുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ടത്. പക്ഷേ കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഇവർ പ്രതിഭാഗം അഭിഭാഷകർ അറിയിച്ച കാര്യം ഈ കത്ത് NM വിജയൻ്റെതാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൈയക്ഷര പരിശോധനയും ഫോറൻസിക് പരിശോധനയൊക്കെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ NM വിജയൻ്റെതാണ് എന്ന് സ്ഥാപിച്ചാൽ മാത്രമേ ഇത് NM വിജയൻ്റെ കത്തായി പരിഗണിക്കാൻ പറ്റുള്ളൂ. മാത്രവുമല്ല, NM വിജയൻ്റെതാണെങ്കിൽ പോലും ഇത് മരണം ഉറപ്പിച്ച ശേഷം അവസാന ഘട്ടത്തിൽ എഴുതിയതാണ് എന്ന് സ്ഥാപിക്കാനാവില്ല. മാത്രമല്ല, കത്തിലുള്ള പരാമർശങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇത് 3 വർഷമെങ്കിലും പഴക്കമുള്ളതാണ് എന്ന് കോടതിയിൽ അഭിഭാഷകർ വാദിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കാര്യമൊക്കെ പറയുന്നത് വെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞിരുന്നത്. കാരണം ഭാര്യ മരിച്ചത് 7 വർഷം മുമ്പാണ്. പക്ഷേ ഈ കത്തിൽ പറയുന്നത് 4 വർഷം മുമ്പ് എൻ്റെ ഭാര്യ മരിച്ചു എന്നാണ് NM വിജയൻ്റെതായി പുറത്തുവന്ന കത്തിൽ പറയുന്നത്. അതായത് 3 വർഷം മുമ്പെങ്കിലും ഈ കത്ത് എഴുതി വെച്ചിട്ടുണ്ട് NM വിജയൻ്റെതാണെങ്കിൽ തന്നെയും. അതുകൊണ്ട് തന്നെ ഇത് ആത്മഹത്യാക്കുറിപ്പായി പരിഗണിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റവും നിലനിൽക്കുകയില്ല. അതേസമയം കുടുംബത്തിന് എഴുതിയ മറ്റൊരു കത്തുണ്ട്, അത് പുതിയ കത്താണ്. അതിൽ ഇത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നാണ് പ്രതിഭാഗം പറഞ്ഞിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകിയത്. ഏതായാലും ഇന്നിപ്പോൾ കേസ് നിലനിൽക്കുന്നുണ്ട്. അവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സുൽത്താൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുക്കും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ അന്വേഷണം ക്രൈംബ്രാഞ്ച് അല്ല നടത്തുന്നത്. സുൽത്താൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. ക്രൈംബ്രാഞ്ചിൽ ചില ഉദ്യോഗസ്ഥർ കൂടി അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. എന്തായാലും DCC ട്രഷററുടെ മരണം അത് കോൺഗ്രസിന് വലിയ പ്രതിരോധത്തിലാക്കിയതായിരുന്നു. അതിന് പിന്നാലെയാണ് കോടതിയിൽ നിന്ന് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചത്. അത് വലിയ ആശ്വാസം നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം DCC പ്രസിഡന്റ് ND അപ്പച്ചനും KK ഗോപിനാഥും ഇന്ന് അന്വേഷണ സംഘത്തിന് മുൻപാകെ ചോദ്യം ചെയ്യലിനായി എത്തുന്നത്. ടി അനീസ് വിവരങ്ങൾ നൽകിയത്.